ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേഴ്സിലേക്ക് സ്വാഗതം. പക്ഷികളിൽ കാക്കയെ അറിയാത്തവർ ആരും ഉണ്ടാകില്ല. നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാക്കിയിടുവാൻ കാക്കയേറെ സഹായിക്കുന്നുണ്ടല്ലേ. നമുക്കിന്ന് കുറച്ച് കാക്കകളുടെ കഥ പറയാം. എല്ലാവരും കുട്ടികൾക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കൂട്ടുകാരൻ. നിലവിളി ഉയരുന്നു. കാക്കകൾ കൂട്ടത്തോടെ പറന്നു. തങ്ങളിലാർക്കോ ആപത്ത് പറ്റിയിരിക്കുന്നു. വന്നവർ നിലവിളിച്ചുകൊണ്ടിരുന്നു. എന്താണ് പറ്റിയത്? ചിലരൊക്കെ അന്വേഷിച്ചു. ഇലക്ട്രിക് ലൈനിൽ കിടന്ന് പിടയ്ക്കുന്ന കൂട്ടുകാരനെ അവർ കണ്ടു. കാക്കകൾ കൂട്ടത്തോടെ നിലവിളിക്കുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഒരു കൂട്ടം കുട്ടികൾ കളിച്ച് രസിച്ച് ആ വഴി വന്നു. കാക്കകളിൽ ഒരുവന് ദേഷ്യം വന്നു. കൂട്ടുകാരൻ മരണത്തോട് മല്ലടിക്കുന്നു. അപ്പോഴാണ് അവരുടെ ഒരു കളിയും ചിരിയും. അവൻ ആ കുട്ടികളുടെ മേലെ കാഷ്ടിച്ചു. ആരുടെയോ മേലെ വീണു. കുട്ടിക്ക് ദേഷ്യം വരാതിരിക്കുമോ? അവൻ കല്ലെടുത്ത് ഒറ്റ ഏറ് കൊടുത്തു. ഏറ് കൊണ്ടതോ ഷോക്കേറ്റ് പിടയുന്ന കാക്കയുടെ മേലും. കാക്ക താഴെ വീണ് കിടന്ന് പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കാക്കയൊന്ന് നോക്കി. അവർ തിരിച്ചുപോയി. കാക്കകളെല്ലാവരും പറന്നു വന്നു. കൂട്ടുകാരനെ നോക്കി. പിടച്ചിലെല്ലാം നിന്നിരിക്കുന്നു. ഒരനക്കവുമില്ല. അവർ കരയുവാൻ തുടങ്ങി. ചെറുപ്പമായിരുന്നു. കഷ്ടമായിപ്പോയി. അവനിങ്ങനൊരു ഗതി വന്നല്ലോ. ആരൊക്കെയോ പറയുന്നുണ്ട്. ചെറിയൊരനക്കം. അതിശയം. കാക്ക കണ്ണു തുറന്നു. പതിയെ ചിറകുകളൊന്ന് അനക്കി. കൂട്ടുകാരെല്ലാവരും സന്തോഷം കൊണ്ട് കരഞ്ഞു. എവിടെയാ കൂട്ടുകാരൻ? അവരെല്ലാവരും അവനെ തിരഞ്ഞു. ഏതോ ഒരു കാക്ക പറഞ്ഞു, അവൻ ആ കുട്ടികളുടെ പിറകെ പോയിട്ടുണ്ട്. കൂട്ടുകാരനെ കല്ലെറിഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ അവൻ ആ കുട്ടികളുടെ പുറകെ പോയിരിക്കുന്നു. കാക്കകളെല്ലാവരും കൂടി അവനെ അന്വേഷിച്ച് വേഗം പറന്നു. കൂട്ടത്തിൽ ഷോക്കേറ്റ കാക്കയും ഉണ്ടായിരുന്നു. കുറച്ച് ദൂരെ നിന്നേ അവർ കണ്ടു. കൂട്ടുകാരൻ കുട്ടികളെ ആക്രമിക്കുകയാണ്. അവർ വിളിച്ചു പറഞ്ഞു, ആ കുട്ടികളെ വിട്ടേക്കൂ, അവരാണ് നിന്റെ കൂട്ടുകാരനെ രക്ഷിച്ചത്. അവർ വീണ്ടും വീണ്ടും പറയുന്നുണ്ടായിരുന്നു. അവനത് കേട്ടതേയില്ല. കുട്ടികളിൽ ആരോ കല്ലെടുത്തെറിഞ്ഞു. അത് കൃത്യം അവൻ്റെ തലയ്ക്ക് തന്നെ കൊണ്ടു. താഴെ വീണ് പിടച്ചുകൊണ്ടിരിക്കുന്ന കാക്കയെ കുട്ടികൾ നോക്കിക്കൊണ്ടിരുന്നു. അല്പസമയം കഴിഞ്ഞ് അവർ പോയി. കാക്കകൾ അവൻ്റെ ചുറ്റും കൂടി. അവൻ്റെ അനക്കം നിന്നിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? കാക്കകളെല്ലാവരും പരസ്പരം നോക്കി. മുതിർന്ന ഒരു കാക്ക അവനെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇവൻ്റെ ആയുസ് തീർന്നിരിക്കുന്നു. എല്ലാവരും ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ്. അവർക്ക് വിശ്വസിക്കാനാവുന്നേയില്ല. കരുത്തനായിരുന്നു ഇവൻ. ഇപ്പോൾ കിടക്കുന്നത് കണ്ടില്ലേ? കൂട്ടുകാരിൽ ഒരുവൻ പറഞ്ഞു, ഹീറോയാണവൻ. കൂട്ടുകാരനെ രക്ഷിച്ച ഹീറോ. എല്ലാം കണ്ട് മാറിയിരുന്ന ഒരു വയസ്സൻ കാക്ക പറഞ്ഞു, മണ്ടനാണവൻ. കാര്യമറിയാതെ ചാടി പുറപ്പെട്ട മണ്ടൻ. ശരിക്കും അവൻ മണ്ടനായിരുന്നോ? കൂട്ടുകാരെ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. അടുത്ത കഥയുമായി വരുന്നവരെ ബൈ.